ഇന്ന് നമ്മളുള്ളത് ഗുരുവായൂർ ആനപ്പന്തിയിലാണ്. നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ഗുരുവായൂർ രാധാകൃഷ്ണൻ. പാലക്കാട് വണ്ടാഴി നെല്ലിക്കലടത്തിലെ ആനയാണ്. അവസാനമായിട്ട് പിടിച്ച ആനയാണ്. അറിയാലോ അല്ലേ, നെല്ലിക്കലടം തറവാട്ടിൽ പാലക്കാട്ടുശ്ശേരി രാജസ്വരൂപത്തിലെ ഏറ്റവും ആനയെ പിടിച്ചിട്ടുള്ള തറവാടാണ് നെല്ലിക്കലടം. നെല്ലിക്കലടത്തിൽ മാത്രം 3 ആനപ്പന്തി ഉണ്ടായിരുന്നു. ആനയെ ചട്ടം പഠിപ്പിക്കാനും ഒക്കെ. വാരിക്കുഴിയിലാണ് ആനയെ പഠിപ്പിക്കുക. വണ്ടാഴിയിൽ നിന്നും ഈവൻ നമ്മുടെ രാജഗോപാലിനെയും രാജശേഖരനെയും വരെ വണ്ടാഴിയത്തെ മുത്തശ്ശനും ഒക്കെ വന്നിട്ടാണ് അത് പിടിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ പറഞ്ഞു വെക്കാറുണ്ട് കഥകൾ. അപ്പോൾ അതിൽ അവസാനമായിട്ട് പിടിച്ച ആനയാണ് ഗുരുവായൂർ രാധാകൃഷ്ണൻ. എൻ്റെ കഥ എങ്ങനെയെന്ന് വെച്ചാൽ, ആനയെ പിടിച്ച ശേഷമാണ് ആനയെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു നിയമം വന്നിരുന്നു. അപ്പോൾ അതൊരു കേസായി. അപ്പോൾ അന്ന് കാരണവന്മാർ പ്രാർത്ഥിച്ചിരുന്നു, ഈ കേസ് ജയിച്ചാൽ ആനയെ ഗുരുവായൂർ നടയിരുത്താണ്. അങ്ങനെ നടയിരുത്തിയ ആനയാണ് ഗുരുവായൂർ രാധാകൃഷ്ണൻ. ഇന്ന് രാധാകൃഷ്ണൻ്റെ സാരഥിയുണ്ട് നമ്മുടെ കൂടെ, ശ്രീനാഥ്. ആനയെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു കേൾക്കാം. എന്തൊക്കെയാണ് ആനയുടെ വികൃതിയുടെ സ്വഭാവ ഗുണങ്ങൾ ഒക്കെ? വയസ്സ് കുറച്ചായി ഇപ്പോൾ. അതിന് വികൃതികൾ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഉള്ളത് കുറച്ച് മറ്റുള്ള ആനയായിട്ടും കുറച്ച് വികൃതി കുറച്ച് കൂടുതലാണ്. എന്നാലും ചട്ടക്കാരനെ വിട്ടിട്ടൊന്നും അങ്ങനെ പോയി ഒന്നും ചെയ്യലില്ല. ചട്ടക്കാരനാണ് മെയിൻ. മറ്റേ ചട്ടമുള്ള ആനയാണ്. എത്ര കാലമായി? ഞാനിപ്പോൾ 8ാമത്തെ കൊല്ലം. 8ാമത്തെ കൊല്ലം. ദേഷ്യമുണ്ടോ? ഇപ്പം മതപ്പാടിൽ ദേഷ്യമുണ്ട്. ഇപ്പം ആയിട്ടില്ല. കുറച്ചും കൂടി കഴിഞ്ഞാൽ, കുറച്ചുകൂടി ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് ദേഷ്യം കാണിക്കൽ തുടങ്ങും. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് മതപ്പാട് സ്ഥിരമായിട്ട് വരുന്നത്. ഏകദേശം ഫെബ്രുവരി മാർച്ച് കുംഭമാസത്തിനുള്ളൊരു സംഭവത്തിലാണ്. എഴുന്നള്ളത്തൊക്കെ എങ്ങനെയാ? ഇപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല. പ്രായത്തിൻ്റെ ഇതിൽ. എത്ര വയസ്സ് കാണും ഏകദേശം? ഇവിടുത്തെ കണക്കിൽ വരുമ്പോൾ ഒരു 75 മേലെ ഉണ്ടാവും. 75 മേലെയുണ്ട് എന്ന് വിചാരിക്കുന്നു. പഴയ ആൾക്കാർ പറഞ്ഞാവും കേട്ടിട്ടൊക്കെ ഉള്ളത് 75 മേലെ ഉണ്ടാവുന്നതാണ്. പണ്ട് തൊട്ട് എങ്ങനെ ശാന്ത സ്വഭാവമാണോ? പണ്ട് തൊട്ടിട്ട് മുമ്പൊക്കെ പഴയ കാലത്ത് കേട്ടിട്ടുള്ളത് മഹാപോഷകാണ്. അത് ശരി ശരി. മൂപ്പർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. മൂപ്പർക്കൊരു രീതി ഉണ്ട്. മൂപ്പര രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് പിന്നെ നമുക്കതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ രീതിക്കും ആവും. പകുതി ഭാഗം മൂപ്പര രീതിയിലെ പോവുള്ളൂ. ഞാനല്ല ഇപ്പോൾ മുമ്പുള്ള ആൾക്കാരും അതെ അങ്ങനെ തന്നെ നിന്നായിരുന്നു. ഏതൊക്കെ എഴുന്നള്ളത്തെ മെയിനായിട്ട്? പഴയ കാലത്ത് എവിടെയൊക്കെ പോയായിരുന്നു. ഞാനായിട്ടിപ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്. ഓട്ടത്തിനൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു? നടന്നു പോകും. ഞങ്ങൾ നടന്നു പോയല്ലേ? നടക്കുള്ളൂ. ഓട്ടത്തിനൊന്നും ഞങ്ങൾ എല്ലാം കുറച്ച് പിന്നിലെ കുറച്ച് വിട്ടത്. കൊമ്പൊരു പൊട്ടലുണ്ടോ? ചെറിയൊരു? ഇല്ല. അത് ഇപ്പം ചളിയായിട്ടാ. സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് അല്ലേ? കയറി വിടുമ്പോ ആദ്യമായിട്ട് കാണാൻ രാധാകൃഷ്ണനാണ്. അപ്പൊ പ്രായത്തില് എത്ര സ്ഥാനമാണ് ഇവിടെ? മൂത്താവന്. ശരി, കാരണവരാണ്. അപ്പൊ ആനക്കോട്ടയിലെ കാരണവരാണ് ഇപ്പൊ രാധാകൃഷ്ണൻ. ഇപ്പൊ കുറച്ച് 10 ദിവസമായിട്ടുള്ളൂ മതപ്പാട് കയറ്റിയിട്ടത്. അങ്ങനെ വിശേഷങ്ങളൊക്കെ കുറച്ച് ഉണ്ട്. കാര്യങ്ങള് നടനാനല്ലേ പവർ എന്നാണ് പറയാ. പവർ തന്നെയാണ് മൂപ്പര്. അതെ അല്ലേ? നാടന്റെ ലക്ഷണങ്ങളിൽ എന്തൊക്കെയാ? എല്ലാം തികഞ്ഞ ആനയാണ്. നാടനാന കയ്യ് എല്ലാം. ചെവിട് പിന്നെ ഒരു അപകടം ഉണ്ടായതിനു ശേഷമാണ് അത് ചെവിട് നാശമായത്. അത് ശരി. സെപ്റ്റി ടാങ്കിൽ വീടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടൊരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ആണ് ആ ചെവിട് നാശമായത്. ചെവിട്. പക്ഷെ കൊമ്പൊക്കെ നല്ല കൊമ്പാണ്. നഖങ്ങളും എല്ലാം 18 നഖമുണ്ട്. മസ്തകവും എല്ലാം. അതെ. അതൊക്കെ കുളിപ്പിച്ചാണ് നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊതുവെ മൂപ്പര മുമ്പിൽ തന്നെ വരില്ല അവരധികം കൊണ്ടേ നിർത്തി കഴിഞ്ഞാൽ. മതഗിരി കാണുമ്പോൾ അറിയണ്ടല്ലേ പ്രായമായിട്ടുണ്ടെന്നുള്ള. കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഇനി വരെ പാലക്കാട് വരുമ്പോൾ വരെ വണ്ടാഴിയിൽ വരിക നെല്ലിക്ക്. ഓക്കെ ശരി.